ഗോകുലത്തിൽ ഒരു മയിൽ താമസിച്ചിരുന്നു. അത് ദിവസവും ഭഗവാൻ കൃഷ്ണന്റെ വാതിലിൽ വന്ന് ഒരു ഭജൻ പാടുമായിരുന്നു. എനിക്കാരുമില്ല എൻ്റെ ഭഗവാനെ, എനിക്കാരുമില്ല എൻ്റെ ഭഗവാനെ, അങ്ങയെ കൂടാതെ ഗോപാലമൂർത്തെ, എൻ്റെ മാതാവും പിതാവും അങ്ങാണ്. ഇതായിരുന്നു ഭജനയുടെ ഉള്ളടക്കം. എന്നും വന്ന് വന്ന് ഭഗവാന്റെ കാതിൽ ഈ ഭജന പതിച്ചു. എന്നാൽ വലിയ ശ്രദ്ധയൊന്നും അദ്ദേഹം അതിൽ കൊടുത്തിരുന്നില്ല. ഒരു ദിവസം ഭജന കഴിഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞിരുന്നു. മയിൽ വളരെ ഹൃദ്യമായാണ് ഭജന പാടിയിരുന്നത്. ഈ പ്രാർത്ഥന കൊണ്ട് ഒരു വർഷം മുഴുവൻ ഒന്നും ഉണ്ടായില്ല. മയിലിന്റെ ആയുസ് തീരാനായി. വർഷം മുഴുവൻ ഭക്തിപൂർവ്വം ഭജിച്ചിട്ടും പ്രഭു പ്രസന്നനായില്ല. മയിൽ കരഞ്ഞു. ആ സമയത്ത് അവിടെ ഒരു മൈന പറന്നു പോകുന്നുണ്ടായിരുന്നു. അത് മയിൽ കരയുന്നത് കണ്ടു ആശ്ചര്യപ്പെട്ടു നോക്കി. മൈന ആലോചിച്ചു, എന്തൊരു ദുർഭാഗ്യം, ഈ പക്ഷിക്ക് അത് പ്രഭുവിന്റെ പുരദ്വാരത്തിൽ കരയേണ്ടി വരുന്നു. ഇവിടെ എല്ലാവരുടെയും കഷ്ടങ്ങൾ ദൂരെ പോവാറാണുള്ളത്. മൈന മയിലിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? മയിൽ പറഞ്ഞു, കഴിഞ്ഞ ഒരു കൊല്ലമായി ഈ മുരളീധരന്റെ ഓർമ്മകളിൽ അദ്ദേഹത്തെ പ്രശംസിച്ച് ഗീതങ്ങൾ പാടുന്നു. എന്നാൽ ഇതുവരെ എനിക്ക് കുറച്ച് വെള്ളം പോലും ഭഗവാൻ ചോദിച്ചു തന്നില്ല. ഇത് കേട്ട് മൈന പറഞ്ഞു, ഞാൻ ബർസാനയിൽ നിന്നും വരുന്നു, നീ എന്റെ കൂടെ അവിടെ വരൂ. മനമില്ലാ മനത്തോടെ മൈനയും പറന്നു പറന്ന് ബർസാനയിലെത്തി. മൈന ബർസാനയിലെ രാധയുടെ വാതിലിലെത്തി. അവിടെ വെച്ച് മൈന ഭജനഗീതം പാടിത്തുടങ്ങി. ശ്രീരാധേ രാധേ ബർസാനെ വാലി രാധേ. മൈന മയിലിനോട് രാധയുടെ ഗീതം പാടാൻ പറഞ്ഞു. മയിലിന് അത് പാടാൻ ഇഷ്ടമായിരുന്നു. എന്നാലും പാങ്കോ ബിഹാരിയുടെ ഭജനകൾ ചൊല്ലുന്നതിലായിരുന്നു താല്പര്യം. അത് ബർസാനയിൽ വന്നു തന്റെ പഴയ ഭജനഗീതം ചൊല്ലാൻ ആരംഭിച്ചു. എനിക്കാരുമില്ല എൻ്റെ ഭഗവാനെ, അങ്ങില്ലാതെ ഗോകുലമൂർത്തെ, അങ്ങാണ് എൻ്റെ അച്ഛനും. രാധയുടെ കാതിൽ ഈ ഗീതം പതിച്ചു. ദേവി ഓടി മയിലിന്റെ അടുത്ത് വന്നു. അതിനെ പ്രേമത്തോടെ കഴുത്തിൽ തലോടി ആശ്വസിച്ചു. അതിന്റെ നന്മയിൽ ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? മയിൽ ഗദ്ഗദഖണ്ഡമായി പറഞ്ഞു തുടങ്ങി. ഇന്ന് വരെ കേട്ടിരിക്കുന്നത് അവിടുന്ന് കരുണയുടെ മൂർത്തിയാണെന്നാണ്. എന്നാൽ ഇന്ന് തെളിഞ്ഞു, അവിടുന്ന് കൃപാമൂർത്തി കൂടിയാണ്. രാധാദേവി മയിലിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ കരുണാമയി എന്ന് പറയുന്നത്? മയിൽ പറഞ്ഞു, എങ്ങനെ പറയും, ദിവസം മുഴുവൻ ഞാൻ ശ്യാമന്റെ നാമം ചൊല്ലുന്നു. എന്നാൽ കണ്ണനിന് എനിക്ക് വെള്ളം പോലും തന്നിട്ടില്ല. രാധാദേവി ചിരിച്ചു. ദേവിയുടെ മനസ്സിൽ തെളിഞ്ഞു അതിന്റെ കാരണം. രാധാദേവി മയിലിനോട് പറഞ്ഞു, നീ ഗോകുലത്തിൽ പോവൂ. എന്നാൽ ഈ പ്രാവശ്യം പഴയ ഗീതത്തിന് പകരം ഇത് പാടൂ. ജയ് രാധേ 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 ബർസാനെ വാലി രാധേ. എന്നാൽ മയിലിന് മനസ്സുണ്ടായി ആ കരുണാമയിയെ ഉപേക്ഷിച്ചു പോവാൻ. എന്നിട്ടും ആ ഗോകുലത്തിൽ പോയി രാധാജി പറഞ്ഞ പോലെ ഗീതം പാടിത്തുടങ്ങി. ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് കേട്ടു. കൃഷ്ണൻ ഓടി വന്നു. മയിലിന്റെ അടുത്ത് വന്നു കഴുത്തിൽ തലോടി അതിനെ പ്രേമപൂർവ്വം ആശ്വസിപ്പിച്ചു ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഇത് കേട്ട് മയിൽ പിടച്ചുപോയി. മയിൽ പറഞ്ഞു, അങ്ങയുടെ നിഴലിൽ ഒരു കൊല്ലക്കാലം അങ്ങയുടെ നാമത്തിൽ മുഴുകി ജീവിച്ചിരുന്നു ഞാൻ. എന്നാൽ അങ്ങൊരിക്കലും കുറച്ച് വെള്ളം പോലും വേണോ എന്ന് ചോദിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ഭാഗം മാറ്റി രാധാദേവിയുടെ നാമം ചൊല്ലിയപ്പോൾ അങ്ങ് ഓടി വരുന്നു. ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? മയിൽ പറഞ്ഞു, ഞാൻ ഒരു കൊല്ലമായി അദ്ദേഹത്തിന്റെ വാതിൽപ്പടിയിൽ ഭഗവാനെ തനിക്ക് ആരുമില്ല, അങ്ങില്ലാതെ ഗോകുലമൂർത്തെ, തനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന് കീർത്തനം പാടിയിരുന്നതെന്ന്. വേനലും വർഷവും എല്ലാം സഹിച്ച ഒരു വർഷക്കാലം അവിടുത്തെ വാതിൽപ്പടിയിൽ ഇരുന്ന് അങ്ങയുടെ സ്തുതി ചെയ്തിരുന്നത് ഞാനാണ്. ഞാൻ പിന്നെ ബർസാനയിൽ പോയി രാധാദേവിയെ കണ്ടു. അവിടെ അവർ എന്നെ പൂർണ്ണ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു, വേണ്ട വഴി പറഞ്ഞു തന്നു. ഭഗവാൻ പ്രേമമുക്തനായ മയിലിനോട് പറഞ്ഞു, നീ രാധയുടെ നാമം എടുത്തു പാടിയില്ലേ, അത് തന്നെ നിനക്ക് വരദാനമെന്ന് തെളിഞ്ഞില്ലേ? ഇനി എന്തു വേണം? ഇനിയും ഞാനിതാ വരം തരുന്നു. ഏതു കാലം വരെ ഈ സൃഷ്ടി നിലനിൽക്കുന്നു അതുവരെ നിന്റെ മയിൽപ്പീലി എന്റെ ശിരസിൽ വിരാജമാനമാവും. തീർച്ച. രാധാദേവിയുടെ കൃപയാണ് ഭഗവാൻ ഹരി.